ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു കർക്കിടകം സ്പെഷ്യൽ പുട്ട് റെസിപ്പിയാണ്. ഇത് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഇതിനു വേണ്ടി നമ്മൾ പാടത്തും പറമ്പത്തുമൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചുറ്റും കാണുന്ന ചില വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്തതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിലെ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റെസിപ്പിയിലോട്ട് പോകാം. കർക്കിടക മാസത്തിൽ നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായി നമുക്ക് ഇലക്കറികളൊക്കെ കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. അപ്പോൾ നമ്മുടെ പാടത്തും പറമ്പിലും കിട്ടുന്ന ഭക്ഷണയോഗ്യമായ ഇലകൾ നമുക്കതിനു വേണ്ടി ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇലകളാണ് എടുത്തിരിക്കുന്നത്. അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന പയറില്ല. ഇത് ഒരു ചെടിച്ചട്ടിയിൽ കുറച്ച് പയർ കുതിർത്തിയതിന് ശേഷം ഒന്ന് വിതച്ച് വെച്ചിരുന്നതാണ്. ഒരു 2-3 ആഴ്ച ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല കൊഴുത്ത ഇലകൾ കിട്ടും. ഇത് നമുക്ക് ഈ കർക്കിടക മാസത്തിലെ ഇലകൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ്. പക്ഷേ എല്ലാവർക്കും പാടത്തും പറമ്പത്തും പോയി ഇല ശേഖരിക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മുടെ വീടുകളിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇലയാണ് ഈ പയറില. തുളസിയും അതുപോലെ മിക്കവാറും വീടുകളിൽ കാണും. ഒരു ബാൽക്കണിയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിനു മുൻപ് മൈക്രോ ഗ്രീൻസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ചെടിച്ചട്ടി പോലും ആവശ്യമില്ലാതെ എങ്ങനെയാണ് ഈ മൈക്രോ ഗ്രീൻസ് ഉണ്ടാക്കുന്നത് ഞാൻ പയർ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ അത് നമുക്ക് ഭക്ഷണത്തിനായി ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് ഈ ഇലകൾ ഉപയോഗിച്ചുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ തുളസി ഉപയോഗിച്ചുള്ള പുട്ടാണ് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഞാൻ നമ്മുടെ സാധാരണ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. തുളസി നല്ലപോലെ കഴുകി മണ്ണൊക്കെ കളഞ്ഞ് ഇലകൾ മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ മഞ്ഞൾപ്പൊടിയും തുളസിയുമൊക്കെ നമുക്ക് ആരോഗ്യത്തിന് വളരെ ഉപകാരമായിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ ജലദോഷത്തിനും കഫക്കെട്ടിനുമൊക്കെ വളരെ ഉത്തമമായിട്ടുള്ളതാണ് തുളസി, മഞ്ഞൾപ്പൊടി. അപ്പോൾ നമുക്ക് ഈ പുട്ട് വളരെ ആരോഗ്യമുള്ള ഒന്നാണ്, ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ആദ്യം തേങ്ങയും ചേർത്ത് അതിൻ്റെ ഒരു നനവിൽ ആദ്യം പൊടിക്കാം. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഇതുപോലെ പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിൽ വെള്ളം ഒട്ടും ചേർത്തില്ല. ആ തുളസിയുടെ നനവും തേങ്ങയുടെ നനവും കൊണ്ട് പൊടിച്ചെടുത്തു. പക്ഷേ കുറച്ചുകൂടെ ആവശ്യമുണ്ട്. അത് നമുക്ക് സാധാരണ നമ്മൾ പുട്ടിന് മാവ് കുഴയ്ക്കുന്നത് പോലെ ആവശ്യമുള്ളത്ര വെള്ളം കൂടി പോകാതെ കുറച്ച് ചേർത്ത് കൊടുത്ത് നമുക്ക് കുഴച്ച് എടുക്കാം. ആദ്യം ഞാൻ തുളസി പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഈ ചിരട്ടപ്പുട്ടിൻ്റെ മോൾഡാണ് എടുത്തിരിക്കുന്നത്. ആദ്യം കുറച്ച് തേങ്ങ ഇട്ടിട്ട് പിന്നെ ഞാൻ ഈ മാവ് ഇട്ട് കൊടുത്തു. അവസാനം കുറച്ച് തേങ്ങ കൂടെ പുറത്ത് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ പുട്ട്, ആദ്യത്തെ പുട്ട് റെഡിയായി. ഇനി ബാക്കി മാവ് കൂടെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പയറില ഉപയോഗിച്ച് പുട്ടുണ്ടാക്കുന്ന രീതി നോക്കാം. ഇപ്പോൾ ഞാൻ 1 കപ്പ് പുട്ടുപൊടി, കുറച്ച് ജീരകം, തേങ്ങ, ഉപ്പ് ആവശ്യത്തിന്. ഈ പയറില നല്ലപോലെ കഴുകി വൃത്തിയാക്കി മണ്ണൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഈ ഇലയുടെയും തേങ്ങയുടെയും നനവ് മതിയാകും. നമുക്ക് പയറില ഉപയോഗിച്ച് പുട്ടുണ്ടാക്കുന്ന രീതി നോക്കാം. ഇപ്പോൾ ഞാൻ 1 കപ്പ് പുട്ടുപൊടി, കുറച്ച് ജീരകം, തേങ്ങ, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ നമ്മൾ പയറില കൊണ്ടുള്ള പുട്ടിൻ്റെ മാവ് റെഡിയാക്കി എടുത്തു. ഇപ്പോൾ ഞാൻ അവസാനം ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നമ്മൾ സാധാരണ പുട്ടിന് കുഴയ്ക്കുന്ന ആ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പുട്ടുണ്ടാക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് റെഡിയായി. അപ്പോൾ പുട്ടിന് സൈഡ് ഡിഷായി ഞാൻ പയറും പപ്പടവും കൂടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പുട്ടുണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റും. അപ്പോൾ ഇതിന് നമ്മൾ പാടത്തും പറമ്പത്തും ഒന്നും അലയേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കൾ വെച്ച് തന്നെ ഇതുണ്ടാക്കാം. അപ്പോൾ വീണ്ടും കാണാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസുമായി. ചിൽഡ്രൻ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.